ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ. കാരണം ഫോണിന് എന്തോ പ്രശ്നം പറ്റിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചീരവിത്ത് പാകിയപ്പോൾ ഞാൻ നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നോക്കിയിരുന്നു. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു 6 പാർട്ടായിട്ട് ഞാൻ ചീരവിത്ത് പാകിയിട്ടുണ്ട്. കണ്ടോ, അവിടെ അങ്ങനെ കാണുന്നു കുറേ ചീരകൾ നന്നായിട്ട് മുളക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ചുവപ്പും പച്ചി വിത്താണ് തോന്നുന്നു, 2 തരത്തിലും മുളക്കുന്നുണ്ട്. പിന്നെ കുറേ തക്കാളി തൈകൾ ഈ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള കണ്ടോ വഴുതനങ്ങ, തക്കാളികൾ ഉണ്ടോ, എല്ലാം പൂവിട്ട് നല്ല സ്റ്റഡി ആയിട്ട് മാഷാ അല്ലാഹ് നല്ല റായത്തായിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ കായ ഉണ്ടായി, തക്കാളി, പച്ചമുളക് ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് വയലറ്റ് വഴുതനങ്ങയാണ്, അത് പൂവിട്ടിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഒരു ചൊപ്പപ്പുഴു എന്ന് പറഞ്ഞ സാധനം ഇവിടെ പറയാം. അത് വന്നിട്ട് ഈ ഇലയൊക്കെ തിന്നണുണ്ട്. അതിനൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ മരുന്ന് കണ്ടുപിടിക്കണം. ഉണ്ടോ, എൻ്റെ ചീരയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചീരകൾ ഉണ്ടാവണം. കണ്ടോ, അപ്പോൾ ഒക്കെ ഇനി വലുതായിട്ട് നമുക്ക് പറിച്ച് നട്ടൊക്കെ റെഡിയാക്കി ഉണ്ടാക്കണം. അപ്പോൾ കുറേ ദിവസമായി നിങ്ങളെ പച്ചക്കറിയൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിക്കും. ഇതൊക്കെ വയലറ്റ് വഴുതനങ്ങളാണ് കേട്ടോ. പച്ചമുളക് കണ്ടില്ലേ, സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നമ്മളെ കഷ്ടപ്പാടിന്. പിന്നെ പ്രത്യേകിച്ച് എനിക്കുള്ളൊരു സന്തോഷം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുളകുണ്ടല്ലോ, ഈ മുളക് ഇത്രയും വണ്ണം വെച്ച് വന്നിട്ട് കായേ ഉണ്ടാവണില്ല, പൂവുണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് വെട്ടി മുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇത് കായ ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് മുറിച്ചിട്ടെന്ന് പറഞ്ഞ്. ഭയങ്കര എരിവാണ്. ഒരു കഷ്ണം മുളക് മതി കേരളം മൊത്തം എരിയാനെന്നുള്ള രീതിയിലുള്ളൊരു തരം വയലറ്റ് മുളകാണ്. അത് തന്ന വ്യക്തി പറഞ്ഞത്. ഇതുണ്ടാക്കണ വെറുതെയാണ്, തിന്നാൻ കഴിയില്ല, ഭയങ്കര എരിവാണ്. എന്തായാലും നമുക്ക് മുളക് ഉണ്ടായി, മാഷാ അല്ലാഹ്. ഉണ്ടാ എന്തായാലും ദിവസം കഴിച്ചു നോക്കാം, എന്താ പാടുന്നുള്ളത് ഇപ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പച്ചക്കറികളാണ്, എൻ്റെ അടുക്കളത്തോട്ടം. കണ്ടില്ലേ, തക്കാളികളൊക്കെ മൊത്തം പൂവിട്ടിട്ടുണ്ട്. കണ്ടോ, ഒക്കെ ഈ സൈഡിലൊക്കെ തക്കാളികളാണ്. ഇതാ പലതരം മുളകുകളാണ്. അതിൻ്റെ ഇടയിലൊരു വെണ്ട വിട്ടിട്ടുണ്ട്. കണ്ടോ, പലതരം മുളകുകളാണ്. ഇത് നമ്മളെ ക്യാപ്സിക്കയാണ്. അത് ഒരുവിധം കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ മുറിച്ച് നന്നാക്കി അതിന് വളമൊക്കെ ചെയ്തപ്പോൾ അത് മാഷാ അല്ലാഹ് നന്നായിട്ട് വരുന്നുണ്ട്. കണ്ടോ, മുളകൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നല്ല വണ്ണവും വലിപ്പമുള്ള നല്ല മുളകുകളാണ് കേട്ടോ. തക്കാളിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. തക്കാളിയൊക്കെ അതാ എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അതുണ്ടത് വേറൊരു വയലറ്റ് മുളക്, മനസ്സിലായില്ലേ, വേറൊരു തരം വയലറ്റ് മുളക്. പിന്നെ എൻ്റെ മകളുടെ എളാപ്പാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ വേറൊരു തരത്തിൻ്റെ ഒരു ആപ്പിൾ പോലത്തെ സൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ വെണ്ടയൊക്കെ അറുത്തു കിട്ടോ. അതാ വഴുതനങ്ങ വെണ്ടയൊക്കെ ഇപ്പം നമ്മൾ പൊട്ടിച്ച് വെച്ചേക്കാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പേരിയിലിടാൻ വേണ്ടി 2 മുളകും പറിച്ച് വെച്ചിട്ടുണ്ട്. മുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കർമ്മസാണ്. അതിലൊക്കെ നല്ല നല്ല മുളകുകൾ ഉണ്ടാ, അടിപൊളി മുളകാണ് ഉണ്ടായിട്ടുള്ളത്. ഒക്കെ നല്ല മാഷാ അല്ലാഹ് നല്ല അധ്വാനത്തിലുള്ള പ്രതിഫലമൊക്കെ തന്നിട്ടുണ്ട്. ഇത് പിന്നീട് വെച്ചൊരു മുളക് തയ്യാണ്, അത് മാഷാ ഉഷാറായിട്ട് വരുന്നുണ്ട്. വെണ്ട ഇഷ്ടം പോലെ പൊട്ടിച്ചു കേട്ടോ. ഇതൊരു തരം വെള്ള കാന്താരി മുളകാനെ അതിലുണ്ടായിട്ടില്ല, മാഷാ അല്ലാഹ് പൂവിടുന്നുണ്ട്. അതൊരിക്കൽ തന്നെ വേറൊരു മരത്തിലുണ്ടായിട്ട് അച്ചാറിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല വഴുതനയൊക്കെ വെണ്ടയൊക്കെ വഴുതനയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. കണ്ടോ, ഈ മുളകും പൂവിട്ടു എല്ലാം അധ്വാനത്തിൻ്റെ പ്രതിഫലമൊക്കെ അത് പടച്ചതമ്പുരാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട്. ഇവിടെയൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വെണ്ട അറുത്തു. എന്നൊക്കെ ഒന്നരാടെ തന്നെ വെണ്ടയ്ക്ക പൊട്ടിക്കാനുണ്ട്. സൈഡിലൊക്കെ തക്കാളിയാണ്, ഇവിടെയൊക്കെ തക്കാളിയുണ്ട്. കണ്ട നല്ല തക്കാളി, ഇവിടെയൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വേറൊരു തരം തക്കാളി കേട്ടോ, ആ ഒരു സൈസ് തക്കാളികളാണ്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പച്ചക്കറി അധ്വാനത്തിൻ്റെ പ്രതിഫലങ്ങൾ. അത് മറ്റേ നമ്മളെ പുതിനയൊക്കെ തണ്ട് നട്ടൊക്കെ നന്നായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. അത് മുളകൊക്കെ കണ്ടില്ലേ, നല്ല ഗ്രോത്തിൽ തന്നെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കണ്ടോ, നന്നായിട്ട് തന്നെ മുളകൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊരു വയലറ്റ് മുളകാണ്. ഇത് വയലറ്റ് തട്ടാണ് കാണുന്നത്, എന്ത് മുളക് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാ കാന്താരി മുളകാണ് ഈ നട്ടേക്കുന്നതൊക്കെ. ഇത് തക്കാളിയാണ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ കുഞ്ഞി തൈ ഞാൻ അവിടെ നട്ട് കണ്ട, അതിൻ്റെ ഇടയിലൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ അതിലെങ്ങനെയോ താനുണ്ടായത് ഒരു കുമ്പളം. അപ്പോൾ ഇതിന് ഞാൻ മേലോട്ട് അങ്ങോട്ട് കയറ്റി കൊടുക്കണം. മാഷാ അല്ലാഹ്. ഇതൊക്കെ കാന്താരി മുളക് കേട്ടോ, കണ്ടില്ലേ. ഇനി ഞാൻ അപ്പുറത്തുണ്ട്, അത് പരിചയപ്പെടുത്തി തരാം. 4 മിനിറ്റ് ആയില്ലേ. ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ പച്ചക്കറി ചെയ്തിട്ടുള്ളത്. കുറേ സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അതിലാണ് ഉണ്ടോ
ഒക്കെ കാന്താരി മുളകുകളാണ്. അതിൻ്റെ ഇടയിൽ വേസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഉള്ളിത്തണ്ട് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട്. കണ്ട പുതിന തണ്ട് കുഴിച്ചിട്ടതാണ്. ഇവിടെ കറിക്ക് ഇത് കൊണ്ടുവരുന്ന ബിരിയാണിയൊക്കെ വന്ന തണ്ട് എല്ലാത്തിലും കുഴിച്ചിട്ട് എല്ലാത്തിലും പുതിന നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കണ്ട തണ്ട് കുഴിച്ചിട്ടിട്ട് നല്ല സ്മെല്ലാണ്. അതാണ് എൻ്റെ കോവൽ കയറി 2 പൂവിട്ടു, കോവലൊക്കെ പൂവിട്ടു കേട്ടോ. അവിടെ നിറയെ വഴുതന വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. അത് പിന്നെ നമ്മുടെ കോഴിച്ചീര നന്നായിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതും പാഷൻ ഫ്രൂട്ടാണ്. ചീര, വഴുതന, ഇതാ കുറേ വെള്ളരിയുണ്ട്. പാവൽ മുളകാണ്, മുളകും ഒക്കെ പൂവിട്ടിട്ടുണ്ട്. ഇതിൽ വേസ്റ്റ് ഇട്ട് കൊടുത്തതിലൊക്കെ തക്കാളി ഉണ്ട്. ഇനി പിരിച്ച് കുഴിച്ചിടാൻ തക്കാളി ഉണ്ട്. പാവലുണ്ടായിട്ടുണ്ട്. പാവൽ ഞാനെന്ത് അവിടെ നിന്ന് തന്നെയാണ് ഒരു വടി വെച്ച് കൊടുത്തിട്ടാണ് വലയൊക്കെ ഇറട്ടേന്ന് വിചാരിച്ചു. ഇത് നമ്മളെ ശംഖുപുഷ്പം. അതുപോലെ തന്നെ നമ്മളുടെ പപ്പായ കണ്ടില്ലേ. ഇതൊക്കെ പലവട്ടം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ. ഈ മുളക് ഉണ്ടായി വന്നപ്പോൾ ഞാൻ പച്ചമുളകാണ്, പക്ഷേ ഉണ്ടായി വന്നപ്പോൾ കാന്താരി കേട്ടോ. ഇവിടെ കാന്താരി ഉണ്ടായില്ലായിരുന്നു. ഒരു കാന്താരി വരെ കുറച്ച് നോക്കാം. പിന്നെ കായ്ക്കാണ്ട് ഇപ്പം നന്നായിട്ട് കാന്താരി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളക് തന്നെയാണ് പലതരം കൂടുതലുള്ളത്. പിന്നെ ഇതാ മാഷാ അല്ലാഹ് എൻ്റെ പയർ കണ്ടില്ലേ. പയറൊക്കെ കായ്ക്കാൻ തുടങ്ങി. നല്ല ഗ്രോത്തായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇത് പടുമുളക് മുളച്ച പാവലാണേ. കണ്ടോ, അതൊക്കെ പിന്നെ പടുമുളക് മുളച്ചതാണ്. അതൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് മാഷാ അല്ലാഹ് നല്ല റായത്താവുന്നുണ്ട്. ഇനിയൊക്കെ മകളിലേക്ക് കയറ്റി കൊടുക്കാം, വലയിലേക്ക് കയറ്റും. ഇതൊരു വെള്ളരി പടുമുളക് ഉണ്ടായതാണ്. അതങ്ങനെ പോണു. അപ്പോൾ ഒക്കെയാണ് നമ്മളുടെ പച്ചക്കറികൾ. ഇതൊരു ചുമന്ന തരം പയറാട്ടോ, ചുവപ്പുമല പയർ. അറ്റം വരേക്കും പയർ തന്നെയാണ് സൈഡിൽ കൂടെ ഉള്ളത്. പിന്നെ ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടല്ലേ. ഇതൊക്കെ മുളക് തയ്യകളാണ്. കാന്താരി മുളക് ഉണ്ടമുളകാണ് ഇതൊക്കെ കേട്ടോ. കാന്താരിയല്ല, ഉണ്ടമുളകാണ്. ഉണ്ടമുളകിന് നല്ല ഗ്രോത്ത്. ഇതിലൊരു പയർ അങ്ങനെ ഉണ്ടായതാണ്, താനെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു കമ്പ് വെച്ച് മേലോട്ട് കയറ്റാൻ തീരുമാനിച്ചു. ഇത് മുളകാണ്, ഇത് മുളകാണ്. ഇതിലൊക്കെ ഉള്ളിത്തണ്ട് ഉണ്ട് മുളക്. പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്താണ്. അപ്പോൾ വള്ളിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കൂർക്ക നട്ടു നോക്കിയിട്ടുണ്ട്, മനസ്സിലായില്ല. പിന്നെ അതുപോലെ നിത്യവഴുതന കണ്ടോ, നിത്യവഴുതനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുകളിലോട്ട് പടർന്ന് വലയിൽ കയറിപ്പോയിട്ടുണ്ട്. പിന്നെ എള്ള് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി പറിക്കാനായി കുറച്ച് എള്ള് നമുക്ക് ഇത് കിട്ടുമല്ലോ. എള്ളൊക്കെ നിറയെ കരിവേപ്പിലുണ്ട്. പിന്നെ നമുക്ക് ഇതണ്ട പടുമുളക് മുളച്ചതാണ്. പാവൽ ഉണ്ടോ, ഇവിടെ ഒരു പാവൽ, ഈച്ച കുത്തിയിട്ട് ഞാൻ കവറ് കെട്ടി കൊടുത്തതാണ്. പിന്നെ ഒരു കുഞ്ഞിപ്പാവലുണ്ടാവുന്നുണ്ട്. നിറയെ പാവലുണ്ടാവുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാവലുണ്ടാവുന്നുണ്ട് മാഷാ അല്ലാഹ്. പിന്നെ എന്താ പറയുക, ഇത് ഒരു തരം നാരങ്ങയാണ്. മോളെ എളാപ്പാൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഉണ്ടായിട്ട് കാണിച്ചത്. തക്കാളി, ഇത് പാഷൻ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് ജസ്റ്റ് ഞാൻ എടുത്തിട്ട് കുഴിച്ച് വെച്ചിട്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ അതിപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് ഇന്നലെ ചാക്കിലേക്ക് നട്ടിട്ടുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ദൈവമായിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഉണ്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, കുറേ കാണിച്ചു തരാനുണ്ട്. പിന്നെ കുറേ അവിടെയും ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ടൈം കഴിയും. ചക്കയൊക്കെ തീരാനായി തുടങ്ങി. ഇതിലൊക്കെ ചക്കയുണ്ട്, ചക്കയൊക്കെ തീരാനായി തുടങ്ങി. എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ, ആരും മറക്കണ്ട. ടാറ്റ. അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.